മുഖത്ത് നോക്കി നല്ലവണ്ണം ചിരിച്ചിട്ട് കയ്യെ കൊടുത്തിട്ട് പറ, സന്തോഷത്തോടെ, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ സന്തോഷത്തോടെ. ആമേൻ. അല്ല വചനം പറഞ്ഞത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ആമേൻ. എന്താ പറഞ്ഞാൽ നമ്മൾ പറയും, നമ്മുടെ വിചാരപ്പെട്ടിട്ട് പിന്നെ ആര് വിചാരപ്പെടാൻ? നമ്മൾ വിചാരപ്പെടണം ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. വിചാരമെല്ലാം കർത്താവിൽ കൊടുക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ആമേൻ. അപ്പം വളരെ പ്രാർത്ഥനയോടെ നമ്മൾ വേഗത്തിൽ ഈ പ്രഭാതത്തിൽ ദൈവവചന ചിന്തകളിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവവചന ചിന്തകൾക്കായി എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാമത്തെ വചനം എല്ലാവർക്കും കാണാതെ അറിയുന്ന വചനമാണ്. സ്വന്തം എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാമത്തെ വചനം അത് വായിക്കാമോ? മതി. എന്താ വിശ്വാസം എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഒരു വാക്യമായത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എല്ലാവർക്കും അറിയാമെങ്കിലും ഇതിന്റെ അർത്ഥം എന്തെന്നോ, ഇതിന്റെ ഡെഫിനിഷൻ എന്തെന്നോ, ഇതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നോ പലർക്കും അറിയില്ല. എന്താ പറയുക വിശ്വാസം? ആ വിശ്വാസം ആശിക്കുന്ന ഉറപ്പ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ വചനം പറയുന്നത് അതല്ല. വാസ്തവത്തിൽ എനിക്ക് നൽകിയ പരിശുദ്ധ നൽകിയ ചില ചിന്തകൾ ഇത് പ്രഭാതത്തിൽ വേഗത്തിൽ നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കാം. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ആമേൻ കേട്ടിരിക്കണം. വിശ്വാസത്തിന്റെ 2 ഘടകങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നു. ഒന്ന്, ആശ്രയിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ ആശിച്ചതെല്ലാം കയ്യിൽ കിട്ടിയില്ല, നമ്മളിലേക്ക് വന്നു ചേർന്നില്ല, നമ്മളതിനെ സ്വീകരിച്ചില്ല. എന്നിരുന്നാലും അത് കിട്ടിക്കഴിഞ്ഞതുപോലെയുള്ള ഒരു ഉറപ്പ്. നമ്മൾ അങ്ങനെയാണോ ഒരു കാര്യം ഉറയ്ക്കുന്നത്? ഒരാളൊരു കാര്യം തരാമെന്ന് പറഞ്ഞു, ബാങ്കിൽ ലോൺ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കാര്യം സംസാരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്, റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രൊമോഷന് വേണ്ടി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അഡ്മിഷന് കാര്യം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അറിയത്തില്ല. കിട്ടിയാൽ കിട്ടി, കിട്ടിക്കഴിഞ്ഞിട്ട് പറയാം, പോയി കഴിഞ്ഞിട്ട് പറയാം, വന്നിട്ട് പറയാം. ഇതല്ലേ നമ്മൾ പറയുന്നത്? കാരണം ഏത് സമയത്തും മനുഷ്യന്റെ വാക്ക് മാറാം, സാഹചര്യങ്ങൾ തകിടം മറിയാം, പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നൊന്നും വരികയില്ല. അതുകൊണ്ട് നമ്മൾ പലരുടെയും വാക്ക് കേൾക്കുമെങ്കിലും നമ്മൾ പറയും, പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കിട്ടിയാൽ പറയും. പക്ഷെ വചനം എന്താ വിശ്വാസത്തെ കുറിച്ച് പറയുന്നത് അറിയാമോ? വിശ്വാസം എന്താ? ആശിച്ചത് ലഭിച്ചു എന്ന ഉറപ്പ്. ആശിക്കുന്നതിന്റെ ഉറപ്പ്. ആശിക്കുന്നതെല്ലാം എന്നിലേക്ക് വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു, നാളെ ഇത് വന്നു ചേരും. 3 കാലങ്ങളുണ്ട്: പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. മാമേ, 3നും ഒരുപോലെ വിശ്വാസം അറ്റ ഇത് എന്നിൽ സംഭവിച്ചു എന്ന ഒരു ഉറപ്പ്. നമുക്ക് വിദേശത്തേക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരാൾക്കൊരു ജോലിക്ക് വേണ്ടിയുള്ള ഇൻവിറ്റേഷൻ കിട്ടി, അല്ലെങ്കിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു. നമ്മൾ ഓൺലൈനിലൂടെ അതിൻ്റെ ഇന്റർവ്യൂ പാസ്സായി, നമുക്ക് അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടി, ഇവിടുന്ന് പോകുവാനുള്ള വിസ റെഡിയായി, ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു തന്നു. അവിടെ ചെന്ന് അപ്പോയിന്റ് ഓർഡറൊക്കെ കൈപ്പറ്റി അവിടെ ചെന്ന് ഫൈനൽ ഇന്റർവ്യൂടെ ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പറയും, ജോലി കിട്ടി, അല്ലേ, ഓക്കെ ആയി. അപ്പൊ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുമ്പോഴേയും നമുക്കൊരു ഉറപ്പില്ല, എന്നാൽ വിശ്വാസത്തിന്റെ ഒരു തലം വ്യത്യസ്തമാണ്. ഞാൻ നിങ്ങളിലേക്ക് അവൻ 1-2 ചിന്തകൾ വേഗത്തിൽ പങ്കുവയ്ക്കുക, ശ്രദ്ധിച്ചിരിക്കണം. ദൈവത്തിന്റെ നാമാകുന്ന ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ ചെന്ന് ആഹാബിനോട്, അതായത് രാജ്യം ഭരിക്കുന്ന രാജാവിനോട് പറയണം, പ്രകൃതിയുടെ നിയന്ത്രണം ഞാൻ പറയുന്ന പോലെ ഇത് സംഭവിക്കും. ചെറിയ കാര്യങ്ങളല്ല. എന്താ തൂത്? ഞാൻ പറഞ്ഞിട്ടല്ലാതെ അടുത്ത 3.5 വർഷത്തേക്ക് ഇവിടെ മഴ പെയ്യാൻ പോകുന്നില്ല, മഞ്ഞു പെയ്യാൻ പോകുന്നില്ല. എന്താ തൂതിന്റെ അർത്ഥം?
മഞ്ഞും മഴയും പെയ്യുന്നില്ലെങ്കിൽ ഇവിടെ വലിയ കൊടിയ വരൾച്ച വരാൻ പോകുന്നു. വരൾച്ചയുടെ തത്ഫലമായി വലിയ ക്ഷാമം വരാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ കൃഷി നടക്കത്തില്ല, കൊയ്ത്ത് നടക്കത്തില്ല, വിത നടക്കത്തില്ല. അവൻ വലിയ പട്ടിണി വരാൻ പോകുന്നു. ശ്രദ്ധിച്ചിരിക്കണേ, നിങ്ങൾ എന്റെ മുഖത്ത് നോക്കിയിരിക്കണം. ഈ ദൂത് പറയാൻ എന്നോടാണ് കർത്താവ് ആവശ്യപ്പെട്ടതെങ്കിൽ ഞാൻ പറയാനൊന്നും മടിക്കും. കാരണം അല്പം ഒന്ന് ചിന്തിച്ചാൽ ഇത് പറഞ്ഞാൽ വലിയ പണി 8ന്റെ അല്ല, ഇന്നത്തെ ഭാഷ പറഞ്ഞ 16ന്റെ പണി വരാൻ പോവാ. കാരണം ഈ ദൂതെങ്ങാനും ഞാൻ പറഞ്ഞ നിവർത്തിയായാൽ, നിവർത്തിയാകുന്ന വിശ്വാസം ഉണ്ടല്ലോ, നിവർത്തിയായാൽ ഇതിന്റെ പരിണിത ഫലം ഞാൻ കൂടെ അനുഭവിക്കേണ്ടി വരും. കാരണം പട്ടിണി വന്നാൽ രാജാവ് അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷെ നമ്മൾ സാധാരണക്കാരല്ലേ, നമ്മൾ തന്നെ ഒന്നിച്ചേ പറ്റും. അതുകൊണ്ട് പറയാൻ മടിക്കും. പക്ഷെ ഏലിയാവിന് ഒരു മടിയുമില്ല. കാരണം ദൈവമാണ് അരുളി ചെയ്തതെങ്കിൽ ദൈവത്തിന്റെ നാവായി ദൈവം പറഞ്ഞതേ വഴി കൈമാറി. ആമേൻ. എന്നാൽ ആ ദൂത് പറയുന്നത് വഴിയും ഏലിയാവിന്റെ ഭാവിയെ കുറിച്ചൊരു ഉറപ്പ് ദൈവം കൊടുത്തില്ല. ശ്രദ്ധിച്ചു കേൾക്കണേ. ദൂത് കൈമാറുന്നത് വരെ ഇത് പോയി പറഞ്ഞു ധൈര്യമായിട്ട് നിനക്കൊരു പ്രശ്നം വരത്തില്ല, ഞാൻ നിനക്ക് വേണ്ടി വേറെ വഴി ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും പറയാം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ ആ ദൂത് കൈമാറുന്നത് വരെ അവന്റെ ഭാവിയെ കുറിച്ച് ദൈവം ഒരു സൂചന പോലും കൊടുത്തില്ല. ഇന്ന് പകൽ എത്ര പേർക്ക് കാര്യം പിടികിട്ടുന്നുണ്ട്? നിന്റെ ഭാവി സുരക്ഷിതമാക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടല്ല ദൈവം എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. ഇന്ന് പകൽ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായ ഈ ചിന്തിക്കാത്ത തരത്തിൽ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രൊവിഷനുണ്ട്, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതലുണ്ട്. തിരിച്ചറിയുന്നവർ കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായപ്പോ എന്ന് പറഞ്ഞാൽ തന്റെ ഭാവിയുടെ സെക്യൂരിറ്റി നോക്കാതെ ദൈവത്തിന്റെ നാവാകാൻ ഏലിയാവ് ഇപ്പോൾ തയ്യാറായോ? ദൈവം പറഞ്ഞു, നിന്നെ പുലർത്തേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ. എന്താ ഉറപ്പ്? എന്താ ഉറപ്പ്? ഏതെങ്കിലും കാക്ക അടുത്ത് വന്നിട്ട് ഞാനാണ് ദൈവം നിനക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്ത കാക്കയെന്ന് തന്നെ താൻ കാണിച്ചോ? കാക്കയുടെ അഡ്രസ് കൊടുത്തോ? കാക്കയുടെ ഫോൺ നമ്പർ കൊടുത്തോ? കാക്ക ഇരിക്കുന്ന ലൊക്കേഷൻ എവിടെയാണ് ഷെയർ ചെയ്തോ? ഒന്നുമില്ല. ഏതോ എവിടെയോ കിടക്കുന്ന കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഏലിയാവ് വിശ്വസിച്ചു എന്നതിന്റെ തെളിവാണ് ദൈവം പോകാൻ പറഞ്ഞ സ്ഥലത്തേക്ക് അവൻ പോകാൻ തയ്യാറായി. കിരീത്തിലേക്ക് നീ പോകണം, കിരീത്തിലേക്ക് ഞാൻ പോകാം. പക്ഷേ അവിടെ എന്നെ പുറത്തേണ്ടതിന്റെ കാക്ക ഏതെന്ന് കണ്ടാൽ അല്ലെങ്കിൽ ഇതൊരു പൊട്ടത്തരമായി പോകും, ആനം മണ്ടത്തരമായി പോകും. കാരണം ഭൂമി ഉണ്ടായ നാൾ മുതൽ ഇന്നു വരെയും ഒരു മനുഷ്യനെ കാക്കയെ കൊണ്ട് ഫീഡ് ചെയ്ത ചരിത്രം ഒരു അമ്മൂമ്മ കഥ പോലെ പോലും ഞാൻ കേട്ടിട്ടില്ല. എത്ര പേരുടെ കൂടെ ഇന്ന് രാവിലെ വരുന്നുണ്ടോ? നേരം വെള്ളത്ത് ഉറങ്ങിയിരിക്കാൻ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ആലോചന സ്വീകരിച്ച നിന്റെ ഭവനത്തിനകത്ത് വിടുതൽ വെളിപ്പെടും. ആമേൻ. നിന്റെ പരിമിതമായ സാഹചര്യം, ആമേൻ, കിട്ടുന്ന ശമ്പളം ഇതുകൊണ്ട് എങ്ങനെയെന്നൊക്കെയുള്ള ചിന്തകൾ തലക്കകത്തോടെ ഇട്ട് വട്ടം കറക്കിയാൽ ഒന്നും പിടികിട്ടത്തില്ല. പക്ഷെ ദൈവത്തിന്റെ അകമഴിഞ്ഞ പ്രൊവിഷനകത്ത് ഇതുകൾ വിശ്വസിക്കാൻ തയ്യാറായ നീ അറിയാത്ത വാതിലുകൾ, നീ അറിയാത്ത വഴികൾ, ആമേൻ, ദൈവത്തിന്റെ ശ്രേഷ്ഠകരമായ വഴിത്തിരിവുകൾ നിന്റെ ലൈഫിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ അടിച്ച് ദൈവത്തിന് ദൈവമേ ഞാൻ പോകാം, പക്ഷേ എനിക്ക് വേണ്ടി പുറത്തേണ്ട കാക്കയെ കാണണം. ആമേൻ. കിരീത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ. കിരീത്തിൽ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കാക്കയെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തന്നാൽ ഞാൻ പോകാം. അല്ലെങ്കിൽ ഇവിടെ അവിടെ വരെ യാത്ര ചെയ്തിട്ട് ഒരു കാക്കയില്ലെങ്കിൽ വേസ്റ്റാകത്തില്ലേ? ന്യായമായിട്ടല്ലേ? ഞാൻ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ആഴ്ച പഞ്ചാബിലായിരുന്നു. ചുമ്മാ അങ്ങ് വെട്ടിയെടുത്ത് പോവുകയാണ്.
അവിടെ ചിലപ്പോൾ ആരെങ്കിലും കാണാം അവരുടെ കൂടെ, അങ്ങനെയാണോ? വ്യക്തമായ ആമേൻ സുനിശ്ചിതമായ കാര്യങ്ങളെല്ലാം ഉറപ്പ് വന്നതിന് ശേഷമായി ഇവിടുന്ന് യാത്ര തിരിക്കുക. അവിടെ ആരാണെന്നും എവിടെയാണെന്നും ഏത് ലൊക്കേഷനാണെന്നും കണ്ടിട്ടില്ല. പക്ഷെ ആരാണ് സ്വീകരിക്കുന്നത്, എവിടെയാണ് താമസിക്കുന്നത്, എത്ര ദിവസത്തെ മീറ്റിംഗ് ഉണ്ട്, മീറ്റിംഗിന്റെ ടൈം, കാര്യങ്ങൾ എല്ലാം വ്യക്തമായതിനു ശേഷമാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അല്ലാതെ അവിടെ ചെന്ന് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നിന്നിട്ട് എന്നെ കൂട്ടാൻ ഇപ്പൊ ആരെങ്കിലും വരും, അങ്ങനെയല്ല. എനിക്ക് അങ്ങനെ വിശ്വാസമോ അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. എല്ലാത്തിനും വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ട്. സ്തോത്രം. പക്ഷെ ഇവിടെ നോക്കിക്കേ, വിശ്വാസത്തിന്റെ അടുത്ത തലമ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ആമേൻ. കിണറ്റിൽ ഞാൻ നിന്നെ പുറത്തേണ്ടതിന് കാക്കകളോട് കൽപ്പിച്ചിട്ടുണ്ട്, പക്ഷെ കാക്കയെ കണ്ടിട്ടില്ല. കിണറ്റിൽ കാക്കയുണ്ടോ എന്ന് അറിയത്തില്ല, അവിടെ ഉണ്ടെന്നാരും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് പകൽ വിശ്വാസത്തിൽ ചലിക്കുന്ന ദൈവമനുഷ്യരുടെ ഒരു ക്വാളിറ്റി ഞാൻ പറയാ. കണ്ടില്ലെങ്കിലും കേട്ട ശബ്ദത്തിനകത്ത് അത് ലഭിക്കുമെന്നൊരു ഉറപ്പുണ്ട്. ഇന്ന് പകൽ സൗഖ്യമാകുമെന്ന് ദൈവം പറയുമ്പോ, വിടുതൽ നൽകുമെന്ന് ദൈവം പറയുമ്പോ, ഞാൻ നിന്നെ മാനിക്കുമെന്ന് ദൈവം പറയുമ്പോ, അത് വന്നത് കൊണ്ട് കണ്ടിട്ടോ അല്ല വിശ്വസിക്കുന്നത്. ആ ശബ്ദത്തിനകത്ത് ഒരു ഉറപ്പാണ്. ഈ തലമുറ കണ്ടിട്ട് വിശ്വസിക്കുന്നവരല്ല, ഈ തലമുറ കാഴ്ചയിൽ നടക്കുന്നവരല്ല. ഈ തലമുറ ശബ്ദം കേട്ടാലും അവർക്കറിയാൻ കഴിയും, അവരുടെ തിരിച്ചറിയാൻ കഴിയും, ഇതെനിക്ക് സംഭവിക്കും, ഇതിലേക്ക് വന്നു ചേരും. ആമേൻ. മനസ്സിലാക്കുന്നുണ്ടോ? ദൂത് ശബ്ദം മുഴങ്ങുമ്പോൾ തന്നെ കിട്ടിയെന്നുള്ള ഉറപ്പ്, വിശ്വാസം ആശിക്കുന്നതിന്റെ ഉറപ്പ്, ആശിക്കുന്നതിന്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ കയ്യിൽ വന്ന് പോക്കറ്റിൽ ഇട്ട് അവൻ കൈപ്പിടിയിൽ ഒതുങ്ങി അത് അനുവദിച്ചതിന് ശേഷമല്ല, അതിന് വിശ്വാസം വേണ്ട. അത് കണ്ടങ്ങ് അനുഭവിച്ചാൽ മതി. പക്ഷെ കയ്യിൽ വരാതെ അദൃശ്യമായി മറഞ്ഞിരിക്കുമ്പോഴും അത് സംഭവിച്ചു എന്നുള്ള ആരോഗ്യം തൊടുന്നുണ്ട്. നിന്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ, നിന്റെ പ്രൈസിലേക്ക് നോക്കുമ്പോൾ, നിന്റെ ഭാവിയെ നോക്കുമ്പോൾ അരക്ഷിതാവസ്ഥ, ഒരുപാട് അനിശ്ചിതത, ഒരുപാട് ശൂന്യം. പക്ഷേ ഇന്നും പകൽ പരിശുദ്ധന്മാരുടെ പറയുന്നു, നിന്റെ ശൂന്യമായ വലയെ, നിന്റെ ശൂന്യമായ പടകിനെ നിറയ്ക്കുമെന്ന് നാളെ പറയുമ്പോൾ ആ വാക്കിനകത്ത് മുഴങ്ങുന്ന ദൈവശക്തി ഒന്ന് കയറി പിടിക്കുക. മുഴങ്ങുന്ന ശബ്ദത്തിനകത്ത് ഉറപ്പ് കൈമാറാൻ പോവുകയാണ്. കണ്ടിട്ടല്ല. ശതാധിപൻ പറയുന്നു, കർത്താവേ നീ എന്റെ പുരയ്ക്കകത്ത് വരണ്ട, എന്റെ ബാല്യക്കാരന്റെ തലയിൽ കൈവച്ച് അവന്റെ രോഗത്തെ ശാസിക്കണ്ട, അവന്റെ കൈ കൊടുത്ത് അവന്റെ കിടക്കേണ്ടവനെ പിടിച്ചേൽപ്പിക്കേണ്ട. നിൽക്കുന്ന നിൽപ്പിൽ ഇവിടെ നിന്നുകൊണ്ട് ഒരൊറ്റ വാക്ക് കൽപ്പിക്കുമ്പോൾ മയിലുകൾ തമ്പുറത്ത് തളർന്നു കിടക്കുന്ന എന്റെ ബാല്യക്കാരൻ എഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. അതൊരു ഉറപ്പാണ്, അതൊരു ഉറപ്പാണ്. അത് കണ്ണിന്റെ കാഴ്ചയിൽ വെളിപ്പെട്ടതല്ല, അവൻ കേൾവിക്കകത്ത് വെളിപ്പെടുന്ന ഉറപ്പ്. കയ്യിൽ വന്നു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ, അതിന് വിശ്വാസം പറയേണ്ട ആവശ്യമില്ല. അത് കിട്ടിയല്ലോ, അത് കണ്ടൊക്കെ ബോധ്യപ്പെട്ടാൽ പോലെ, അതിന് ബോധ്യപ്പെടൽ എന്നാ പറയുന്നത്. അതാരെ കൊണ്ട് സാധിക്കും. പക്ഷേ ഒന്നും വരാതെ ശൂന്യതയിലും മുഴങ്ങുന്ന ദൈവശബ്ദത്തിനകത്ത് ഇത് ലഭിച്ചു എന്നൊരു ഉറപ്പ്, ലഭിച്ചു എന്നൊരു ഉറപ്പ്. ദൈവം നൽകുന്ന ശബ്ദത്തിന്റെ ഉറപ്പിനകത്തും യാതൊരു ലോജിക്കും കാണത്തില്ല. അതാ ബഹുരസം. കിരീടത്തിൽ ഞാൻ നിന്നെ പുലർത്തേണ്ടതിന് ചില ആളുകളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം, അല്ലേ? നാളിതുവരെ ഒരു മനുഷ്യരെ ഉപകാരം ചെയ്യാത്ത ഒരുവനാണെങ്കിലും ഇനി
അവസാന സമയത്ത് വല്ലോ മാനസാന്തരം ഉണ്ടായാലോ എന്ന് പറഞ്ഞു വേണമെങ്കിൽ വിശ്വസിക്കാം. പക്ഷെ കാക്കകളോട് ഇതുവരെ കേട്ടിട്ടുണ്ടോ? കാക്കകളൊക്കെ ആരെങ്കിലും പ്രത്യേകത? അത് പൊട്ടത്തരമല്ലേ, പുതുക്കി നിരക്കാത്തതല്ലേ? അത് ആരോടെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ തന്നെ നാണക്കേടാ. കേൾക്കുന്നവർക്ക് ചിരി വരും. എന്നെ പൊട്ടത്തരമാണ് എൻ്റെ പൊന്നു സാർ. നിങ്ങളെ കുറിച്ച് കുറച്ചെങ്കിലും ഒരു വിവരമുണ്ടെന്ന് ഞാൻ ചിന്തിച്ച്. നിങ്ങൾ വലിയ പ്രവാചകനൊക്കെ ശരിയാ, നിങ്ങൾ രാജകൊട്ടാരത്തിൽ നിന്ന് രാജാവിനെ കിട്ടുകിട ദൂത് പറഞ്ഞ് വർദ്ധിച്ചു. ആ മനുഷ്യനെ നിങ്ങളാണ് ഈ പറയുന്ന കാക്കയെ കൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയിൽ ശിശുക്കളാകരുത്. ആമേൻ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇത്രയും ബുദ്ധിയിൽ ശിശുക്കളാകരുത്. ആരുടെങ്കിലും ഷെയർ ചെയ്താൽ ഭൂമിയിലൊരു മനുഷ്യൻ നിന്നെ കേസ് പറയത്തില്ല, അവരാരും നിന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം ലോജിക്കില്ലാത്ത ഒരു ശുദ്ധ പോഷ്കാണ് പ്രവാചക ഇപ്പം നിന്റെ വായിൽ നിന്ന് വരുന്നത്. പക്ഷെ നിന്നെ കേൾക്കുന്നവർക്ക് ഇത് പോഷ്കെന്ന് തോന്നുമെങ്കിലും ഈ കേട്ട ദൈവശബ്ദം അതിന് ഉറപ്പുള്ളിടത്തോളം കാലം ശുദ്ധ പോഷ്കെന്ന് ലോകം മുഴുവൻ പറയുമ്പോഴും ഈ ധൈര്യത്തോടെ ചുവടുവെച്ചോ, ഇത് കാണാൻ പോവുകയാ. ഈ ലോകം മുഴുവൻ നിനക്ക് അത് പോഷ്കെന്ന് പറയുമ്പോഴും ഈ കേട്ട ദൈവശബ്ദം ഉറപ്പുണ്ടെങ്കിൽ ധൈര്യത്തോടെ ചുവടുവെക്കണം. ഈ കാണാൻ പോകുന്നത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ കല്ലറയ്ക്കകത്തിരിക്കുന്ന ഡെഡ് ബോഡിയിൽ നിന്നും മാറ്റം വന്നു തുടങ്ങുന്നുണ്ട്. ആമേൻ. പുഴുവരിക്കാൻ തുടങ്ങുന്നുണ്ട്. ആമേൻ. സാധ്യതകളൊന്നുമില്ലെന്ന് ലോകം മുഴുവൻ പറയുമ്പോഴും ആമേൻ തുറക്കാം. കല്ലുരുട്ടി മാറ്റാ എന്ന് പറയുമ്പോ ആ കല്ലുരുട്ടി മാറ്റണമെങ്കിൽ അത് പൊട്ടന്മാരെ കൊണ്ടേ പറ്റത്തുള്ളൂ, അത് പോഷന്മാരെ കൊണ്ടേ പറ്റത്തുള്ളൂ. പക്ഷെ പോഷനായോ ഈ ദൈവമഹത്വം കാണും, പോഷനാകാമോ ഈ ദൈവമഹത്വം കാണും. ബുദ്ധിമാന്മാരെയല്ല കർത്താവിന് വേണ്ടത്. കാര്യങ്ങളെല്ലാം വിലയിരുത്തി ആമേൻ അരച്ച് ഗുണിച്ച് ഗണിച്ച് ഹരിച്ച് കുറിച്ച് എല്ലാം വിലയിരുത്തലൊക്കെ നടത്തി കാര്യകാരണ സഹിതമെല്ലാം തെളിവോടെ വന്നെങ്കിൽ ഞാൻ വിശ്വസിക്കാം എന്ന് പറയുന്ന വചനം വിളിക്കുന്ന പേര് മരമണ്ടൻ. അത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചിട്ട് ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയെന്ന് വചനം പറയുന്നത്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത് ഞങ്ങൾ കാഴ്ചയാലല്ല നടക്കുന്നത്, ഞങ്ങൾ വിശ്വാസത്താലാണ് നടക്കുന്നത്. കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തത് നിത്യമാണ്. നിന്റെ കാഴ്ചക്ക് മറഞ്ഞിരിക്കുന്ന പലതും ദൈവത്തിന് നിന്റെ ലൈഫിൽ വെളിപ്പെടുത്താനുണ്ട്. നിന്റെ കാഴ്ചക്ക് അതീതമായ പലതും നിനക്ക് ദൈവത്തിന് തുറന്നു തരാനുണ്ട്. ഇന്ന് പകൽ അവന്റെ സന്നിധിയിൽ ഗുപ്തനിധികളുണ്ട്, നിക്ഷേപങ്ങളുണ്ട്. അത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇന്നലെ മുഴുവൻ ശബ്ദം വിശ്വസിച്ചേറ്റെടുത്ത ദൈവജനം ദൈവസഭ തയ്യാറായ ഈ കാണാൻ പോകുന്നത് ദൈവമഹത്വമാണ്. ചരിത്രക്കാരെ അറിയില്ല, ആരെന്നെ അറിയണ്ട. ഹല്ലേലൂയ. അവിടെ നിന്നെ പുലർത്തേണ്ടതിന് ഭൂമി ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത തരത്തിലുള്ള സൂപ്പർ നാച്ചുറൽ പ്രൊവിഷന്റെ പദ്ധതി ഞാൻ ഒരുക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് ചുമ്മാ കാക്കി കൊണ്ട് അപ്പം ഉണ്ടാക്കിയ സന്ദേശക്കഥയല്ല ഞാൻ പറയുന്നത്. ഇതൊരു ലൈഫ് കേൾക്കാത്ത തോന്നുക, ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. മൈൻഡിരുന്നിട്ട് എന്താ അപ്പം കൊടുത്ത കാര്യം വാസം പറഞ്ഞു അങ്ങനത്തെ കാര്യം പറയാൻ എനിക്ക് വട്ടല്ലേ ഇന്ന് രാവിലെ. ശ്രദ്ധിച്ചിരിക്കണം. അതിനകത്ത് മറിഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളാണ് വെളിപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റമായി തീരും. ദൈവത്തിൽ സ്തോത്രം ചെയ്ത് അവിടെ നിന്നെ പുലർത്തേണ്ടത് ഞാൻ കാക്കകളോട് കൽപ്പിച്ചിട്ടുണ്ട്. മുഴങ്ങുന്ന ശബ്ദം വിശ്വസിച്ചുകൊണ്ട് ഓരോ ചുവടുകളും കിണറ്റിലേക്ക് വെക്കുമ്പോൾ അകത്തൊരു വലിയ വടംവലി നടക്കുന്നുണ്ട്. ബുദ്ധി പറയും, തലമുണ്ടയിൽ നിന്ന് സംസാരിക്കും. അബദ്ധമായി പോകുന്നുണ്ടോ ജീവിതത്തിൽ? ആമേ ഒരു പൊട്ടത്തരമായി പോകുന്നുണ്ടോ? ആമേ ഇതുവരെ നടക്കാത്ത കാര്യമാണ്. ഞാൻ പോഷത്വമാണോ ചെയ്യുന്നത്? പക്ഷെ അകത്തുനിന്നൊരു ദൈവശബ്ദം ആവർത്തിച്ച് മുഴങ്ങി ഉറപ്പ് നൽകും. ധൈര്യത്തോടൊപ്പേക്കോ, ധൈര്യത്തോടൊപ്പേക്കോ. നിനക്ക് വേണ്ടി പുരുഷൻ ഇവിടെ ഒരുങ്ങുന്നുണ്ട്, നിനക്ക് വേണ്ടി കരുതൽ ഇവിടെ ഒരുങ്ങുന്നുണ്ട്. വിശ്വാസം എന്നോ ആശ വയ്ക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പ്. ഇന്ന് പകരം എന്തെങ്കിലും
വിശ്വാസ കാഴ്ചകൾ ഉറക്കണം. കയ്യിൽ വന്നില്ലെങ്കിലും കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും കിട്ടി, ലഭിച്ചു, വന്നു എന്ന് ഉറക്കണം. അവിടെ ചെന്നിരിക്കുമ്പോൾ ഗരിത്തിന്റെ അതൊരു തോടാണ്. തോടിന്റെ വക്കിൽ ആ തോടിന്റെ അരികിൽ ലഭിക്കുമ്പോൾ സ്തോത്രം, അവിടെ നോക്കിയിട്ട് കാക്കയെ കാണുന്നില്ല. പക്ഷേ ഒരു പ്രത്യേക സമയമായപ്പോ ആമേൻ, ഞാൻ ചിന്തിക്കുന്നത് ഒരു വൈകുന്നേരത്തായിരിക്കും ഇനി അവിടെ ചെന്നത്. 2 നേരം, രാവിലെയും വൈകുന്നേരത്തും ആഹാരം കൊടുത്തു എന്ന് അവതരത്തിൽ വായിക്കുന്നത്. ആമേൻ, ഡിന്നറിന്റെ സമയമായപ്പോൾ ആമേൻ, അവിടെ നോക്കാൻ കിച്ചണില്ല, അവിടെ തുറക്കാൻ ഫ്രിഡ്ജില്ല. ആമേൻ, സമയമായപ്പോൾ കാക്കകൾ വരിവരിയായി, കാക്കകൾ വരിവരിയായി വരുന്നു. നമ്മുടെ തലയിൽ കിടക്കുന്ന ചിന്ത ഒരു കാക്ക ഏരിയാവിന് അപ്പം കൊണ്ടുവന്നതാണ്. ശുദ്ധ പൊട്ടത്തരവത്. ആമേൻ, ഒരു കാക്കയുടെ ചുണ്ടിന് എന്തേലും വലിപ്പമുണ്ട്. അതിനകത്ത് ഒരപ്പോയെ അല്ലെങ്കിൽ 2 അപ്പോയെ കടിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ. അതൊന്നും ഏരിയാവിന് പോലെ കേട്ടോ. അപ്പം മാത്രമല്ല, ഷവായി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, അല്ലേ, അപ്പോൾ ഇറച്ചി എന്നാ പറയുന്നത്. അപ്പോൾ അതിന് ഇംഗ്ലീഷ് പരിഭാഷയിൽ റാവൻസ് എന്ന പദമാണ് കാണുന്നത്. റാവൻസ് എന്ന് പറഞ്ഞാൽ ആമേൻ കാക്കയല്ല, ഇന്ത്യയിൽ അതില്ല. വലിയൊരു കാക്ക പോലെ ഇരിക്കുന്ന ഒരു പക്ഷി. കാക്കനൊക്കെ കുട്ടിക്കും റാവൻസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ രാവിലെ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. കുറച്ച് ടെസ്റ്റ് ആമേൻ ഗോഡ് കമാൻഡഡ് ടു ദ റാവൻസ്. റാവൻസ് അത് എൻസ്, ഈ എൻഎസ് പ്ലൂറൽ, ബഹുവചനം, ഒന്നിലധികമുണ്ട്. ആമേൻ, ഒന്നല്ല, ഒന്ന്. ആമേൻ, ഏകവചനത്തിലല്ല, ബഹുവചനത്തിലാണ്. ആമേൻ, എൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ കാണുന്നത് ഒന്നിലധികമുണ്ട്. ആമേൻ, വരിവരിയായി കാക്കകൾ അപ്പവുമായി വരുന്നു, വരിവരിയായി കാക്കകൾ ഇറച്ചിയുമായി വരുന്നു. ഓ, ഇതെല്ലാം ഒരു റാലിയാണ്. സ്വഭാവം ഇന്ന് പകൽ ഒരു പൂതി ഞാൻ കൈമാറാം. ദൈവശബ്ദം അനുസരിച്ച്, ദൈവശബ്ദം കേട്ടുറച്ച് വിശ്വാസത്തിന്റെ ചുവട് നീ വെക്കാൻ തയ്യാറായാൽ നിന്റെ കണ്ണിൽ നീ കാണാൻ പോകുന്ന കാഴ്ചകൾ ഞെരുക്കത്തിന്റെയല്ല, വിശാലതയുടെ കാഴ്ചകളാണ്. ഈ കാണാൻ പോകുന്ന കാഴ്ചകൾ ശൂന്യതയുടെ കാഴ്ചയല്ല. ഈ കാണാൻ പോകുന്നത് ചില സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കഴിയുന്നു. അസാധാരണമായിട്ടുള്ള പ്രദക്ഷിണം പോലെ വരിവരിയായി നിന്റെ പ്രൊവിഷൻ നിന്നിലേക്ക് പറന്നിറങ്ങുകയാണ്. ദൈവശബ്ദം കേൾക്കുന്ന ദൈവമേ, ദൈവശബ്ദം കേൾക്കുന്ന വിശുദ്ധരെ, ഇന്ന് നീ അലയണ്ട. ദൈവശബ്ദം അനുസരിച്ച് കറക്റ്റ് ലൊക്കേഷനിൽ നിന്റെ നന്മ നിന്റെ കൂടാരത്തിലേക്ക് പറന്നിറങ്ങും. ഇന്ന് നന്മ തേടി ആളുകൾ അലയുകയാണ്. ഞായറാഴ്ച പലരും വന്നിട്ടില്ല. ഇവിടെ ജോലിക്ക് പോയി, എന്നിട്ട് വല്ലതും തികയുന്നുണ്ടോ? എന്നിട്ട് വല്ലതും തൃപ്തിയുണ്ടോ? എന്നിട്ടെല്ലാം കൊണ്ട് അങ്ങ് സമ്പന്നമായോ? ഇല്ല. ഒരിക്കലും പരാതി തീർന്നൊരു നാളില്ല. ഇനിയെങ്കിലും സത്യം തിരിച്ചറി, ദൈവത്തിന് മഹത്വവും മാനവും കൊടുത്ത് ഞായറാഴ്ച ദിവസം അതിഹോമിന് വിശുദ്ധമാണ്. ആ പ്രാധാന്യത്തോടെ ദൈവത്തെ ആരാധിക്കാൻ മനസ്സിലേക്ക് നിന്റെ നന്മ നിന്നിലേക്ക് പറന്നിറങ്ങും. അപ്പമുള്ള വീടുകളെ തേടി പോകാൻ, അപ്പമുള്ള വീടുകളുടെ ലൊക്കേഷൻ അല്ല ദൈവം ഏരിയാവിന് കൊടുത്തത്. ഏരിയ വീടുകളത്തേക്ക് കാക്കകളെ പറത്തിറക്കിയെങ്കിൽ ഇന്നലെ ദൈവാത്മ പറയുന്നു, നിന്റെ നന്മ ഒരിടത്തും ബ്ലോക്ക് ആകത്തില്ല. നിന്റെ പ്രൊവിഷൻ ഒരിടത്തും തടയപ്പെടത്തില്ല. നിന്റെ നന്മ നിന്നിലേക്ക് പറന്നിറങ്ങും. ചേർത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നേരെ തിരിച്ച സംഭവിക്കേണ്ടതല്ലേ? ഇന്ന സ്ഥലത്ത് അപ്പൊ ഉണ്ട്, ഇങ്ങോട്ട് പോയിക്കോ. അമ്മ
യേശു ഒരു സ്നേഹിതന്റെ കഥ ലൂക്കോസ് സുവിശേഷത്തിൽ പറയുമ്പോൾ ആമേൻ അർദ്ധരാത്രി ഒരു സ്നേഹിതൻ കടന്നു വന്നപ്പോൾ അവന് കൊടുക്കാനൊന്നുമില്ല, വായ്പ വാങ്ങാൻ വേണ്ടി 3 അപ്പം വാങ്ങാൻ മറ്റൊരു സ്നേഹിതൻ കടന്നു പോയ കാര്യം പറയുന്നുണ്ട്. അവിടെ പോയി ആമേൻ മറ്റൊരു മെസ്സേജാണ്, അവിടെ പോയി അപ്പം വായ്പ ചോദിക്കുക. അവൻ 4 എക്സ്ക്യൂസസ് പറഞ്ഞു, തരത്തിലെന്ന് പറഞ്ഞപ്പോൾ ആമേൻ തരാൻ കഴിയാത്ത 4 എക്സ്ക്യൂസസ് പറഞ്ഞു. എന്നിട്ട് അവൻ മുട്ടിക്കൊണ്ടിരുന്നു, കാരണം അവൻ അറിയാം അവിടെ പോകണ്ടെന്ന്. അപ്പൊ ഓളർ ചെയ്തടിച്ചത്. പക്ഷെ ഇവിടെ ഇത് ദൈവശബ്ദം കേട്ടനുസരിച്ച് അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ആമേൻ വിശ്വാസത്തിന് ഉറപ്പ് പ്രാപിച്ചുകൊണ്ട് അവിടെ ചെന്നിരിക്കുന്നവന്റെ അരികിലേക്ക് അവന്റെ പ്രൊവിഷൻ ആമേൻ പറന്നിറങ്ങുകയാണ്. ഈ രാവിലെ ഞാൻ കൈമാറാം. നിന്റെ കൂടാതെ ശൂന്യമായിരിക്കും, നിന്റെ പകല് ശൂന്യമായിരിക്കും, നിന്റെ വല ശൂന്യമായിരിക്കും. ഇന്ന് മുതൽ ദൂതന് യെസ് പറ, ഈ ദൂതന് ആമേൻ പറ. നിന്നിലേക്ക് പ്രൊവിഷൻ ഇന്ന് വിശ്വസിക്കാൻ അത്ര പേർക്ക് മനസ്സുണ്ട്. അലഞ്ഞ് കിട്ടുന്നതിനേക്കാൾ പറന്നിറങ്ങുന്നതന്നെ അനുഭവിക്കാം. പരിശുദ്ധം ഇന്ന് രാവിലെ ആലോചിക്കുകയോ തട്ടി ഉണർത്തി പ്രാപ്തനാക്കുകയോ നിന്റെ വിശ്വാസത്തെ വാഗ്ദത്തത്തിനകത്ത് വിശ്വസിക്കണമെങ്കിൽ, വാഗ്ദത്തത്തിനകത്ത് ഉറങ്ങണമെങ്കിൽ ആമേൻ ഒരു വിശ്വാസത്തിനടുത്ത തരം ആവശ്യം. വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്ന ജനത്തിന് ദൈവം കൊടുക്കുന്ന പ്രോമിസ് ലാൻഡ് ഉണ്ട്. വാഗ്ദത്ത കനാൻ, അതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ തേൻ ഒഴുകും, അവിടെ പാലൊഴുകും. ആമേൻ എന്ന് പറഞ്ഞാൽ അവിടെ തേന്റെ നദി ഉണ്ടെന്നോ പാലിന്റെ നദികളുണ്ടെന്നോ അല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഹല്ലേലൂയ. തേൻ പിഴിഞ്ഞെടുക്കണം, പാൽ കറന്നെടുക്കണം. ആമേൻ കറന്നും പിഴിഞ്ഞും എടുക്കുന്നത് വാഗ്ദത്തത്തിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ കറക്കാതെ പിഴിയാതെ എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ ഒരു ആയാസമുണ്ട്, ഒരു പ്രവൃത്തിയുണ്ട്. അല്ലേ? ഇനിയിപ്പോ കണ്ടിട്ട് എല്ലാവരും ഭയങ്കര ഹൈടെക് ടെക്നോപാർക്കിൽ കൊണ്ട് ഇറങ്ങി വന്ന പോലെ പശുവെന്ന് നടന്നിട്ടില്ലേ? വലിച്ചു കറക്കണം, തേൻ ചെയ്യണം, പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞും കറന്നും എടുക്കുന്നതിനെ ഒഴുക്കി തരും, ഒഴുക്കി തരും. അത് വാഗ്ദത്തത്തിന്റെ പ്രത്യേകത. ഇതിനവരാരുടെ പരിശുദ്ധം പറയുന്നു, നിന്റെ അലക്ഷ്യങ്ങളുടെ വിരാമം, അലക്ഷ്യങ്ങളുടെ വിരാമം പരിശുദ്ധാത്മാവ് കുറിക്കുകയോ. എന്നോട് ചോദിക്കാൻ ധൈര്യമായിട്ട് പറയാൻ എങ്ങനെയാ നിൽക്കുന്നത്? ആമേൻ അറിയാത്ത സമയങ്ങളിൽ കർത്താവിന്റെ വാക്കിൽ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചെവി കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. എൻ്റെ അകത്ത് നൽകുന്ന ബോധ്യമാണ് ഞാൻ കേൾക്കുന്ന ദൈവശബ്ദം. എൻ്റെ മനസ്സിൽ വരുന്ന തോന്നലുകൾ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ചുമ്മാ തോന്നലെല്ലാമല്ല, ചില കാര്യത്തിലൊക്കെ നൽകുന്ന ഉറപ്പില്ലേ, അതിനകത്തും പൊട്ടിച്ചലിക്കുമ്പോൾ എന്നിലേക്ക് പറന്നിറങ്ങുന്നത് ഞാൻ അനുഭവിക്കുന്നു. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. ദൈവശബ്ദത്തിൽ ഉറയ്ക്കുക, ദൈവശബ്ദത്തിൽ ഉറയ്ക്കുക. കണ്ടിട്ടല്ല വിശ്വസിക്കേണ്ടത്, കാണാതെ വിശ്വസിക്കുക. കാണാതെ വിശ്വസിച്ചാൽ നിന്നിലേക്ക് ഒഴുകി. അവനെ പുറത്തേണ്ടതിന് കാക്കൾ വരാൻ തുടങ്ങി. ആമേൻ. അപ്പോൾ നിറച്ചുമായി കാലത്തും വൈകുന്നേരത്തും കാക്കൾ വരാൻ തുടങ്ങി. ഹല്ലേലൂയ. കാക്കകൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് എന്നതാ സംഭവം അവർക്ക് പിടി കിട്ടുന്നില്ല. കാക്കകളെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യാം. ഹലോ മിസ്റ്റർ കാക്ക, നമ്പർ 1 കാക്ക, എന്തുകൊണ്ടാണ് താങ്കൾ കാക്ക എന്ന് പറയുന്നത് വേറെ അർത്ഥം എടുക്കരുത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ആ കാക്കയെ കുറിച്ച്. ആമേൻ. എന്താണ് താങ്കൾ ഇപ്പോൾ ഈ ഒരു ഡ്യൂട്ടി ചെയ്യുന്നത്? ഒക്കെ പറയുന്നത് എനിക്കറിയത്തില്ല. ഒരു നിയോഗം എൻ്റെ മേൽ വന്ന് വീണു, ഒരു ദൗത്യം എൻ്റെ മേൽ വന്ന് വീണു. ഇതിൽ നിന്ന് എനിക്ക് ഊരിപ്പോരാൻ പറ്റുന്നില്ല. ഇതൊരു ഊരാക്കുടുക്ക് പോലെ ഞാൻ ഇതിനകത്ത് അകപ്പെട്ടു പോയി. ഈ ദൗത്യത്തിൽ നിന്ന് എനിക്ക് പിന്മാറാൻ പറ്റുന്നില്ല. ഹലോ. രണ്ടാമത്തെ കാക്കി, മൂന്നാമത്തെ കാക്കി, എല്ലാ കാക്കയ്ക്ക് ഇതാ മറുപടി. ഞങ്ങൾ ഇതിനകത്ത് ആയിപ്പോയി. ഈ മനുഷ്യരെ കരുതാതിരിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ കാക്കകളുടെ ഉള്ളിൽ ഒരു സംശയമുണ്ട്. ഇതാരായി മനുഷ്യൻ? രാജ്യം മുഴുവൻ പട്ടിണിയാണ്, കൊട്ടാരം ഉൾപ്പെടെ പട്ടിണിയാണ്. ഒരു കഴുതയുടെ തലയ്ക്ക് 80 വെള്ളിക്കാശ് വില വന്നു. ഒരു ഷെഖേ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനത്തിന് ഏറ്റവും വില കൂടി. അതായത് ക്ഷാമം കൊടുമ്പിരി കൊള്ളുന്ന സമയം. അപ്പം
എന്നാൽ ഒരു പക്ഷം അവിടെ ഇല്ല. കാക്കകളെല്ലാം കൂടെ ചിന്തിക്കുക, ഇവൻ ആരാ? രാജകൊട്ടാരം ഉൾപ്പെടെ പട്ടിണി കിടക്കുമ്പോൾ ഇത്ര ശ്രേഷ്ഠകരമായി ഇവനെ പുലർത്തണമെന്നുണ്ടെങ്കിൽ ഇവൻ ആരാണ്? കാക്കകൾക്ക് ഏലിയാവോട് ചോദ്യം ചോദിക്കാനുണ്ട്. ഹലോ സാർ, നിങ്ങൾ ആരാണെന്ന് പറ, ഞങ്ങൾക്ക് അറിയാനൊരു ആഗ്രഹം. ഞങ്ങൾ കുറെ ദിവസം കൊണ്ട് രാവിലെ വൈകുന്നേരത്തെ മുടങ്ങാതെ നിങ്ങളെ പോഷിപ്പിക്കുകയല്ലേ, നിങ്ങൾ ആരാ? മറുപടിയില്ല. ഏലിയാവിന് ഒരു ആഗ്രഹമുണ്ട് അറിയാൻ. എന്താണെന്നറിയാമോ? ഈ അപ്പം ഇവിടുന്ന് കിട്ടുന്നതെന്ന്, ഈ ഇറച്ചി എവിടുന്ന് ഈ കാക്ക കൊണ്ടുവരുന്നതെന്ന് അറിയാനൊരു മോഹം ഏലിയാവിനുണ്ട്. കാരണം പുള്ളിക്കറിയാൻ, ഞാൻ ദൂത് പറഞ്ഞത് ഫലിച്ചിട്ടുണ്ട്, ദൂത് പറഞ്ഞ് ഞാൻ അടച്ചിട്ടുണ്ട്, ഈ രാജ്യത്തെങ്ങും കൊട്ടാരം ഉൾപ്പെടെ ഭക്ഷണമില്ല, പട്ടിണിയാ. പക്ഷെ ഇത് എവിടുന്നാണ് ഇതിന്റെ സോഴ്സ്? ഏലിയാവും കാക്കകളും തമ്മിലുള്ള ആശയവിനിമയത്തെ, ആ കമ്മ്യൂണിക്കേഷനെ ദൈവം അടച്ചു കളഞ്ഞു. ഒരു സ്തോത്രം പറഞ്ഞേ. ചില കമ്മ്യൂണിക്കേഷൻ ദൈവം അടയ്ക്കും, ചില കമ്മ്യൂണിക്കേഷൻ ദൈവത്താൽ അടയ്ക്കും. എന്തിനാ അടച്ചേ? എന്തിനാ കമ്മ്യൂണിക്കേഷൻ അടച്ചേ? ഇല്ലെങ്കിൽ മാറി വേറെ കൂട്ടായ്മ തുടങ്ങും. അത് വെടിയിട്ടില്ല. ഏലിയാവിന്റെ കൃപാവരത്തെ കുറിച്ച് കാക്കകൾക്കും നന്മ വരുന്ന ഉറവിടത്തെ കുറിച്ച് ഏലിയാവിനും ഒരു ബോധ്യം വന്നാൽ നമുക്കാകാമല്ലോ. അതുകൊണ്ട് അതിന്റെ ഇടയിൽ ദൈവം ഒരു ശൂന്യത സൃഷ്ടിച്ചു. ആമേൻ. ആ ആശയവിനിമയത്തെ അടച്ചു കളഞ്ഞു. ഏലിയാവിനും കാക്കയ്ക്കും ഇടയിൽ ഒരു മൗനതയുണ്ട്. ആ മൗനത്തിന്റെ പേരാണ് ആരാധന. എന്റെ കൂടെ വരുന്നുണ്ട്. ആ മൗനത്തിന്റെ പേരാണ് ആരാധന. എന്താണ് ആരാധന? കാക്കകൾ ആരാധിക്കുകയോ? രാജ്യം മുഴുവൻ പട്ടിണി കൊണ്ട് കൊട്ടാരം ഉൾപ്പെടെ കുറഞ്ഞു വിട്ടുമ്പോൾ ഒരു ഗുഹാമുഖത്തിരിക്കുന്ന ഇവനെ ഇത്രയും ശ്രേഷ്ഠകരമായി പ്രവർത്തിക്കുന്ന ദൈവമേ, അങ്ങേത്ര സർവശക്തൻ. ഏലിയാവ് കുമ്പിട്ട് വീണ് നമസ്കരിച്ച് ദൈവത്തെ ആരാധിക്കുക. രാജകൊട്ടാരം ഉൾപ്പെടെ പട്ടിണി കിടക്കുമ്പോൾ ഈ എളിയവനായ എന്നോട് ഇത്രയും കരുണ തോന്നാൻ ഞാൻ എന്തുള്ളൂ? കർത്താവിന്റെ വിശ്വസ്തത എത്ര വലുത്, അവിടുത്തെ ദയ എത്ര വലുത് എന്ന് പറഞ്ഞവർ ദൈവത്തെ അവൻ ഏലിയാവ് ആരാധിക്കുകയാ. അപ്പോൾ ഒരു കാര്യം പിടികിട്ടുന്നുണ്ട്. ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ തുടങ്ങിയ, ചിലത് ചോദ്യം ഉന്നയിക്കാൻ പോലും അവസരം കൊടുക്കാതെ, ചിലത് സംസാരിക്കാൻ പോലും ഗ്യാപ്പ് കൊടുക്കാതെ, ചിലതിന്റെ വായ അടയ്ക്കുന്ന പോലെ ദൈവം നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. പക്ഷെ അഹങ്കരിക്കരുത്. ആ സമയം അഹങ്കരിക്കരുത്. ആരാധിച്ചോളം, ആരാധിച്ചോളം. ദൈവങ്ങളുടെ വിശ്വസ്തത, അവിടുത്തെ ദയ അത് കുറഞ്ഞു പോയില്ലല്ലോ, അവിടുത്തെ കരുണ അതെത്ര ശ്രേഷ്ഠമാ എന്ന് പറഞ്ഞ ദൈവത്തെ ആരാധിച്ചോളം. ആമേൻ. കരമുയർ ദൈവത്തെ സ്തുതിക്കാം. വിശ്വാസം എന്നതോ ആശിക്കുന്ന ഉറപ്പ്. കൈ കിട്ടുന്നില്ല, ആശിക്കുന്ന ഉറപ്പ്. രണ്ടാമത്തെ കാര്യം, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കണ്ടില്ല, ആമേൻ, പക്ഷെ നിശ്ചയം. നിശ്ചയം എന്ന് പറഞ്ഞാൽ ഉറപ്പ്. ഉറപ്പ്. അത് നമ്മുടെ അകത്ത് ആഴമായി പതിയും. സംഭവിച്ചു. സുനിശ്ചിതമാണ്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. പലരും കണ്ടിട്ട് വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. അതൊക്കെ എന്താ പറഞ്ഞ, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആമേൻ. ഇന്ന് പകലാമോട് പരിശുദ്ധൻ പറയുന്നു, ചിലത് കണ്ടില്ലെങ്കിലും വെളിപ്പെട്ടില്ലെങ്കിലും അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് അവൻ വിശ്വസിക്കുവാൻ പരിശുദ്ധാത്മാവ് ചിലരെ പ്രാപ്തരാക്കുകയാണ്. ആമേൻ. കേട്ട വാഗ്ദത്തങ്ങൾ, കേട്ട ദൂതുകൾ, കണ്ട ദർശനങ്ങൾ ഒരുപാട് 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 ഉള്ളിൽ കിടപ്പുണ്ട്. പക്ഷെ ഒന്നും വെളിപ്പെട്ടിട്ടില്ല. വെളിപ്പെടുമോ എന്ന് സംശയിക്കാനല്ല, ആശ്ചര്യത്തിന്റെ ഉറപ്പാണെങ്കിൽ കാണാത്ത കാര്യങ്ങളുടെ കണ്ടിട്ടില്ല, കാണാത്ത അങ്ങനെ തന്നെ എന്ന് നിശ്ചയിക്കാൻ കഴിയുന്ന തരത്തിൽ
ആമേൻ. ഞാനിത് പറഞ്ഞു വരുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ, ഒരു ബാലൻസിങ് വേണം. ശ്രദ്ധിച്ച് കേൾക്കണം. എന്ന് പറഞ്ഞാൽ വെറും പോഷത്തിനെ കാണിക്കാനല്ല ഈ പറയുന്നത് അർത്ഥം. ഹലോ, ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് നിങ്ങളുടെ അകത്തൊരു ഉറപ്പ് വന്നാൽ ഏതറ്റം വരെയും അതിനു വേണ്ടി നിൽക്കണം. ഉറപ്പ് വന്നില്ലെങ്കിൽ അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത രീതിയിൽ. അതെ, ചൂടുവെള്ളമാണോ അല്ല പച്ചവെള്ളമാണോ അല്ല, ഇതിനിടയിലുള്ള ഒരുതരം വെള്ളം, അതിന്റെ പേര് വാട്ടവെള്ളം. അവരെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒന്നുകിൽ ശീതവാനാകണം അല്ലെങ്കിൽ ഉഷ്ണവാനാകണം. ഇതിന് രണ്ടിനിടയിൽ രണ്ട് ഘട്ട പരുവമാണെങ്കിൽ കഥ പറയാ, നിങ്ങളെ വായിൽ നിന്ന് ഉമ്മിണ്ട് കളയും എന്ന് നല്ല ഭംഗിയുള്ള വാക്ക്, എന്നാൽ തുപ്പിക്കളയും. വേണ്ട. സ്തോത്രം. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഉറപ്പുള്ള നിൽക്കണം. ആമേൻ. ഇല്ലാതെ വിശ്വാസത്തെ പേരും പറയും, എന്നാൽ ഉറപ്പുമില്ലാതെ ആമേൻ ദൈവനാമത്തിന് മഹത്വം കുറയ്ക്കുന്ന ഒരു പ്രവൃത്തിയിലും ആരും ഏർപ്പെടരുത്. ദൈവത്തിന്റെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യുക. എന്താ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു എക്സാമ്പിളിലൂടെ അതിനെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഞാൻ 100% രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്നു. ആമേൻ. എന്റെ വ്യക്തിപരമായ ലൈഫിൽ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്, കുടുംബത്തിൽ അനുഭവിച്ചിട്ടുണ്ട്, സഭയിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരിലും ആമേൻ ദൈവം നൽകുന്ന സൗഖ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലേ? കഴിഞ്ഞ ആഴ്ചകൾ വരെ ഇതിനകത്ത് നടന്ന സൗഖ്യങ്ങൾ, ഇതിനകത്ത് ഒഴുകിയ സാക്ഷ്യങ്ങൾ എത്രയോ അത്ഭുത സാക്ഷ്യങ്ങളാണ്. ഡോക്ടർമാർക്ക് പിടികിട്ടാത്തത്, മെഡിക്കൽ സയൻസിന് പിടികിട്ടാത്തത് യേശു സൗഖ്യമാക്കി. അത് ഉറപ്പാ, അതൊരു യാഥാർത്ഥ്യമാ, അതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ആമേൻ. അതൊരു അനുഭവമാണ്. ഞാൻ രോഗസൗഖ്യത്തിൽ 100% വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ആമേൻ ഒരു രോഗം വന്നൊരാൾ മരുന്ന് കഴിക്കുന്നത് ഞാനെതിരല്ല. ആമേൻ. ഒരാൾക്ക് മരുന്ന് കഴിക്കാൻ വിശ്വാസമുണ്ടെങ്കിൽ ആ മരുന്ന് കഴിച്ചാൽ എൻ്റെ രോഗം മാറുമെന്ന് ഒരാൾക്ക് ആമേൻ വിശ്വാസമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ലാണ്ട് ഉടനെ ആമേൻ മരുന്ന് കഴിക്കുന്നതും ഡോക്ടർമാരും ഹോസ്പിറ്റലും അതെല്ലാം വിശ്വാസമില്ലാത്തതുകൊണ്ടാ എന്ന് പറയുന്നത് ഏറ്റവും ശുദ്ധ പോഷകവും മണ്ടത്തരവുമാണ്. കാരണം യേശു തന്നെ പറഞ്ഞു, രോഗികൾക്കല്ലാതെ ആർക്കാണ് വൈദ്യങ്ങളുടെ ആവശ്യം? ആമേൻ. ആ കാലത്ത് രോഗികളുണ്ടായിരുന്നു. യേശു കണ്ടവരും യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരെല്ലാം സൗഖ്യമായില്ലേ? അപ്പൊ പിന്നെ എല്ലാവരും യേശു ഒരുപോലെ തൊട്ട് സൗഖ്യമാക്കിയില്ല. ഒരുത്തനെ കണ്ണു കാഴ്ച പറഞ്ഞു കൊടുത്തു, ഒരുത്തനെ തൊട്ട് കൊടുത്തു, ഒരുത്തനെ കൽപ്പിച്ചു കൊടുത്തു. വേറൊരുത്തൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? നിലത്ത് തുപ്പി ചെടി കുഴച്ച് അതെടുത്ത് അവന്റെ കണ്ണിൽ തേച്ചു. എന്നിട്ട് വന്ന് ശീലോഹം കുളത്തിൽ പോയി കഴുകുക. പ്രകൃതി ചികിത്സ, നാച്ചുറോപ്പതി എവിടെ ആരംഭിച്ചേ? കർത്താവ് കാണിച്ചു കൊടുത്തത്. അറിയത്തില്ല. പ്രകൃതി ചികിത്സാ യന്ത്രങ്ങളുണ്ട്, നാച്ചുറോപ്പതി. എവിടെ ചെന്നാൽ ചിലരെ തല മുതൽ പാദം വരെ മണ്ണ് തെച്ച് നിർത്തിയിരിക്കുന്ന കാണാം. എന്തോ ഒരു ട്രീറ്റ്മെന്റാണ്. ഞാൻ പോയിട്ടില്ല, കണ്ടിട്ടുണ്ട്. സ്തോത്രം. താല്പര്യമുള്ളവർക്ക് പോയി ചെയ്യാം. എന്താ ഗുണമെന്ന് എനിക്കറിയത്തില്ല. പൈസ കളയാതെ സൂക്ഷിച്ചോണം. ഒത്തിരി തട്ടിപ്പുണ്ട് ഇതിൻ്റെയൊക്കെ പുറകിൽ. അതുപോലെ നമ്മുടെ വിഷയം എന്ന കാര്യങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാം. പക്ഷെ കർത്താവ് കാണിച്ചു കൊടുത്ത് നീ പോയി കഴുകുക എന്ന് പറയാൻ, ഇങ്ങനെയും ഒരു മെഡിസിനിൽ അതിനകത്തൂടെ ഒരു സൗഖ്യം ഉണ്ടാകാൻ കഴിയും എന്ന് കർത്താവ് കാണിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വിശ്വാസം ഒരുപോലെയല്ല, എല്ലാവരുടെ ഉറപ്പ് ഒരുപോലെയല്ല. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് സ്വതന്ത്രം ചെയ്യാതെ ഞാൻ പറഞ്ഞാൽ ഞാൻ 100% സൗഖ്യത്തിലെ വിശ്വസിക്കുന്നത്. കർത്താവ് ഏത് രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. പക്ഷെ എല്ലാവരിലും ആ ഉറപ്പില്ല. ആ ഉറപ്പില്ലാത്തവരെ ഞാൻ നിർബന്ധിക്കാറില്ല. ഹല്ലേലൂയ. ഒരാൾക്ക് വിശ്വാസം വരണം, എന്നെ കർത്താവ് തൊടും, എന്നെ കർത്താവ് സൗഖ്യമാക്കും. അവർക്ക് പെട്ടെന്ന് സൗഖ്യം നടക്കുന്നത്. ഇല്ലാത്തവരുടെ ട്രീറ്റ്മെന്റ് തേടിയതോ ഹോസ്പിറ്റലിൽ പോയതോ ഒന്നും ഒരിക്കലും തെറ്റൊന്നുമല്ല. ആമേൻ. അതെല്ലാം ആവശ്യമാണ്. ആമേൻ. ഡോക്ടർമാർക്ക് ജ്ഞാനം കൊടുക്കുന്നത്, മരുന്നുണ്ടാക്കാൻ ബുദ്ധി കൊടുക്കുന്നത്, ആമേൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ആമേൻ അതിന്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് ഇതെല്ലാം ദൈവമാ ബുദ്ധി കൊടുക്കുന്നത് അല്ലേ? പിന്നെ കൂടുതൽ അതിലാണെങ്കിൽ ആശ്രയം എങ്കിൽ പിന്നെ ദൈവത്തോട് നിന്റെ ആശ്രയം എത്രത്തോളം ഉണ്ട് എന്നതിൽ മാത്രമാണ് സംശയം. മനസ്സിലായല്ലോ? കാര്യങ്ങളെ ദൈവത്തെ സ്തുതിച്ച് കൺഫ്യൂഷൻ ആകരുത്. വ്യക്തമായി എന്നതാ പറയുന്നത്, കൺഫ്യൂഷൻ ആകരുത്.
ഹല്ലേലൂയ. അപ്പൊ കർത്താവ് മെഡിസിനോ ട്രീറ്റ്മെന്റിനോ വൈദ്യന്മാർക്കോ ഡോക്ടേഴ്സിനോ ഹോസ്പിറ്റലിനോ ഒന്നും എതിരല്ല. ആമേൻ. പക്ഷെ രണ്ടും കൂടെ മിക്സപ്പ് ആക്കിയിട്ട് ഒരു വല്ലാത്ത പരുവത്തിലായിരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർക്കൊക്കെ പ്രാർത്ഥിക്കാൻ ചിലർ പറയുമ്പോൾ അവർ പറയുന്നത്, എൻ്റെ പൊന്നു മാസ്റ്റർ എനിക്കിങ്ങനെ കിടക്കുന്നു, മരിച്ചാൽ മതി. ഞാൻ അവരോടൊക്കെ പറയുന്നത് സ്നേഹത്തോട് പറഞ്ഞ കാര്യമുണ്ട്. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ഒരു പിടി കഴിക്കുന്നില്ലേ, അതും വായിലോട്ടിട്ട് വെള്ളം കുടിച്ചാൽ ഒരു നേരത്തെ നിറഞ്ഞു. ഒരാഴ്ച മാറ്റി വെക്ക്. ഒരാഴ്ച പറഞ്ഞിരിക്കരുതേ, ഒരാഴ്ച മാറ്റി വെക്ക. പിന്നെ ഈസിയാ. അയ്യോ, ഒരു നേരം തെറ്റിക്കരുത്. ആഹാരത്തിന് മുമ്പ്, ആഹാരത്തിന് ശേഷം, അല്ലേ? രാവിലെ വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചിട്ടമുണ്ട്. ഞാനതിൽ ഇതിനല്ല കേട്ടോ, അതങ്ങനെ തന്നെ ചെയ്യണം. സ്തോത്രം. രണ്ടും കൂടെ മിക്സപ്പ് ആക്കരുത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കണം. കർത്താവ് സ്തുതിക്കുമാക്കും. ആമേൻ. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മെഡിസിൻ കഴിക്കുമോ? അപ്പോൾ തന്നെ ആമേൻ, ഇതും മറ്റൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗം, അല്ലെങ്കിൽ ദൈവം നമ്മളെ ക്യൂർ ചെയ്തൊരു ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അല്ലാതെ ആമേൻ വിശ്വാസമില്ല, മരുന്ന് കഴിക്കത്തില്ല, ആകെ അലഞ്ഞ് ഒത്തിരി പേര് അറിയുക. കർത്താവ് സൗഖ്യമാണെന്ന് കുറച്ച് വിശ്വാസമൊന്നുമില്ല, പക്ഷെ വേണ്ടുന്ന ട്രീറ്റ്മെന്റ് എടുക്കത്തില്ല. എന്നിട്ട് ഇങ്ങനെ കിടന്ന് വലഞ്ഞ് ആലഞ്ഞ് രോഗവും മൂർച്ഛിച്ച് ആമേൻ വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്ന ആൾക്കാരുണ്ട്. ആമേൻ. അതിനാണ് ഞാൻ പറഞ്ഞത്. കൂടെയുണ്ടോ നിങ്ങൾ? ആമേൻ. ഉറപ്പ് വേണം. വിശ്വാസത്തിന് രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് ഉറപ്പ്, രണ്ട് നിശ്ചയം. ഒന്ന് ഉറപ്പ്, രണ്ട് നിശ്ചയം. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു ഉറപ്പ്, നിശ്ചയം. ഉറപ്പ്, നിശ്ചയം. അടുത്തിരിക്കാൻ കൈകൊട്ട് പറ, ഉറപ്പ് വേണം, നിശ്ചയം വേണം. വിവാഹ നിശ്ചയമല്ല, കൈ കൊടുത്തോണ്ട് പറഞ്ഞത് കൈയ്ക്ക് കൊടുത്ത് ഉറപ്പ് വേണം, നിശ്ചയം വേണം. ഞാൻ പറയുന്നത് അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ വാ തുറന്ന് നിങ്ങൾ കൈ കൊടുത്ത് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ അതിൻ്റെ ഒരു മാറ്റം സംഭവിക്കും. അങ്ങനെ അനുസരിക്കാൻ മനസ്സുള്ളതായിട്ട് കൈ കൊടുത്ത് പറയുന്നത് ഉറപ്പ് വേണം, നിശ്ചയം വേണം. എന്തിൽ? വിശ്വാസം. എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതിനകത്തൊരു ഉറപ്പ്, അതിനകത്തൊരു നിശ്ചയം. അത് കണ്ണിൽ കണ്ടിട്ടല്ല, അത് വ്യക്തമായി വെളിപ്പെട്ടിട്ടല്ല, അതൊരു പക്ഷേ കേൾക്കുന്ന മുഴങ്ങുന്ന ശബ്ദമാണ്. ഇനി അടുത്ത് എപ്പോഴും ശബ്ദം മുഴങ്ങത്തൊന്നുമില്ല. ചിലപ്പോൾ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ദൈവം ഇടപെടുന്ന ഒരു വാക്കായിരിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അകത്ത് വരുന്നൊരു ബോധ്യമായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവം നൽകുന്നൊരു ദർശനമായിരിക്കാം. അവൻ എന്തുമാകട്ടെ, അതിനകത്തൊരു ഉറപ്പ്, നിശ്ചയം. ഈ ഉറപ്പും നിശ്ചയവും വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ടെൻഷൻ എടുക്കത്തില്ല, അവർ നിരാശപ്പെടത്തില്ല, അവർ പരിഭ്രാന്തരാകത്തില്ല. അവർക്കൊരു കാര്യം ഉറപ്പാ, ഇത് കർത്താവ് ചെയ്തു കഴിഞ്ഞു, കർത്താവ് ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പട്ടണികളും തിരകളാൽ വലയുമ്പോൾ ശിഷ്യന്മാർക്കകത്ത് ഭയം. മാതാ, ഞങ്ങൾ നശിച്ചു പോകുന്നു, നിനക്ക് വിചാരമില്ലയോ? യേശു എഴുന്നേൽക്കാമേൻ കാറ്റിനെയും കടലിനെയും അമർച്ച ചെയ്ത് ശാസിച്ചു അടക്കി. ഉടനെ ശിഷ്യന്മാർ പറയുക, അയ്യോ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവനോ? അടങ്ങിയതിന് ശേഷം അവർ പറഞ്ഞു, കാറ്റ് ശാന്തമായതിനു ശേഷം, തിര അടങ്ങിയതിനു ശേഷം അവർ പറയുന്നത്, അയ്യോ, ഇവനോ? അത് മുമ്പേ പറയേണ്ടതല്ലായിരുന്നോ? കാരണം അവിടെ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അടങ്ങിയിരിക്കണ എന്ന് പറയാൻ ആർക്കും മനസ്സിലാകുന്നില്ലല്ലേ? ശാന്തമായിപ്പോ പറഞ്ഞു, ഇവനോ? പക്ഷേ കലങ്ങി മറിയുമ്പോൾ പറയണം, ഹല്ലേലൂയ. കലങ്ങി മറിയുമ്പോഴും പറയണം, കർത്താവ് കൂടെയുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുക. ശിഷ്യന്മാരെല്ലാം കിടന്ന് ഇളകി ആടുമ്പോൾ യേശു ഉറങ്ങുന്നു. എല്ലാവരും കിടന്ന് പരിഭ്രാന്തരാകുമ്പോൾ യേശു ഉറങ്ങുന്നു. ഒരേ പ്രശ്നം, രണ്ട് സമീപനം.
അതുകൂടെ പറഞ്ഞാൽ നിർത്താൻ പോവുക. വിശ്വാസത്തിന് ഉറപ്പും നിശ്ചയമുള്ളവരുടെ കാര്യമാണ്. പ്രശ്നം ഒരുപോലെ വരും, ഷിഗല്ല ഒരുപോലെ വരും, കൊറോണ ഒരുപോലെ വരും, പെട്രോളിന്റെ വില ഒരുപോലെ വർദ്ധിക്കും, ഗ്യാസ് ഒരുപോലെ കിട്ടാതിരിക്കും. ആമേൻ. അതാണ് ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ പറയുന്നു. അതാ അതിന്റെ മോഡേൺ വേഷനാണ് ഞാൻ പറഞ്ഞത്. അത്തിവൃക്ഷം തളിർക്കത്തില്ല, മുന്തിരിവള്ളിയിൽ ഫലം ഉണ്ടാകത്തില്ല, ഒരു മരത്തിന്റെ ഫലം നിഷ്ഫലമായി പോകും, ഗോശാലകൾ കന്നുകാലി ഉണ്ടായിരിക്കത്തില്ല. ആമേൻ. എങ്കിലും ഞാൻ ഹോമിൽ സന്തോഷിക്കും. ഹല്ലേലൂയ. ഗ്യാസിന് ക്ഷാമം, പെട്രോളിന്റെ വില വർധനവ്, പാലിന്റെ വില കൂടി, സാധനങ്ങൾക്കെല്ലാം ഭയങ്കര വില, തീവില. എങ്ങനെ ജീവിക്കും? എല്ലാവരും ചുട്ടുകൊള്ളുന്നത്. ആമേൻ. ഈ അവസ്ഥ എങ്ങനെ എങ്ങനെ എങ്ങനെ? രണ്ട് സമീപനം. ഒരു കൂട്ടർ കിടന്ന് എങ്ങനെ എന്ന് പറഞ്ഞ് അലയുമ്പോൾ യേശു അമരത്ത് തലയിണ വെച്ച് സുഖമായി ഉറങ്ങുന്നു. കാരണം നിനക്ക് കാറ്റൊന്നും അടിക്കുന്നില്ലേ? കാരണം നിനക്ക് തിരയൊന്നും പ്രശ്നമല്ലേ? നല്ല ഉറക്കമാണോ? ഞാൻ ചിന്തിക്കുന്ന നല്ല ഉറക്കമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇളക്കമൊക്കെ ഉണ്ടാകും, പക്ഷേ അത് കർത്താവിനെ ബാധിക്കുന്നില്ല. കാരണം കർത്താവ് പറയുകയാണ്, യേശു പറയുക, എൻ്റെ പൊന്നു മോനെ അടങ്ങടാ. ഈ കാറ്റും തിരയും കടലും തിരമാലയും എല്ലാം ഉണ്ടാക്കിയത് എൻ്റെ അപ്പനാ, എന്റെയാണ് ഇതെല്ലാം. സ്വതം. അതുകൊണ്ട് അടങ്ങി നിൽക്കുക. ആ ബോധ്യം, ആ വിശ്വാസത്തിന് എന്റെ അപ്പനറിയാതെ, എന്റെ സ്വർഗീയ പിതാവ് അറിയാതെ ഭൂമിയുടെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്. ഈ കാണുന്ന സകലത്തെ എന്റെ അപ്പൻ സൃഷ്ടിച്ചതാണ്. അവനറിയാതെ എന്റെ തലയിൽ വേഗം പോലും കഴിയത്തില്ല. ആമേൻ. അതുകൊണ്ട് വിലക്കയറ്റം ഉണ്ടായാലും, ജീവിതം ദുസ്സഹമാണെന്ന് എല്ലാവരും പറയുമ്പോഴും, പ്രതിസന്ധികളുടെ ആഴം വർദ്ധിക്കുമ്പോഴും, ഹല്ലേലൂയ, അതിന്റെ നടുവിൽ ഞാൻ സന്തോഷത്തോടെ ഇരിക്കും. കാരണം നാടായ നാട് മുഴുവൻ, എല്ലാ ബാങ്കിൽ മുഴുവൻ FD ഉള്ളത് കൊണ്ടല്ല, LIC ഇൻഷുറൻസും ഉള്ളത് കൊണ്ടല്ല. ആമേൻ. എനിക്ക് പേടിക്കാൻ, എല്ലാം രക്ഷപ്പെട്ടു എന്നുള്ള ആ സുരക്ഷിതത്വം കാണിക്കാനുള്ളത് കൊണ്ടല്ല, മറിച്ചൊരപ്പനുള്ളത്. അതാണ് ഉറപ്പ്, അതാ ധൈര്യം, അതാ നിശ്ചയം. അപ്പനറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. ഇന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച്, അപ്പനറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. അവന്റെ കരകളിൽ ഞാൻ ഭദ്രമാണ്. എന്റെ ആരോഗ്യം, എന്റെ ഭാവി, എന്റെ നാളെ, എന്റെ ജോലി, എന്റെ ബിസിനസ്, എന്റെ കുടുംബം, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ ശുശ്രൂഷ, എന്റെ സഭ, ആമയുടെ എല്ലാ കാര്യങ്ങൾ എല്ലാം യേശുവിന്റെ കരങ്ങളിൽ ഭദ്രം. ആ കർത്താവിന്റെ കരങ്ങളിലെല്ലാം ഭദ്രമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ, സന്തോഷത്തോടെ കർത്താവിൽ വസിക്കുക, സന്തോഷത്തോടെ കർത്താവിനോടൊപ്പം നടക്കുക. ആവശ്യമില്ലാതെ ടെൻഷനും അടിച്ച് BP കയറ്റി ആമൻ പരിഭ്രാന്തരായി നാട്ടുകാരുടെ മുമ്പിൽ വെറും അപമാന വിഷയമായി എന്തൊരു നാണം കെട്ട ജീവിതം നയിക്കണം. ഉയർത്തി സന്തോഷത്തിൽ നടക്കണം. എന്റെ കർത്താവ് അറിയാതെ എനിക്കത് സംഭവിക്കത്തില്ല. അതിനു വേണ്ടി വലിയ വിശുദ്ധിയോ വലിയ മുട്ടുമേ പ്രാർത്ഥനയോ എനിക്കൊന്നും അറിയത്തില്ല. ഭയങ്കര തീവ്ര ഞങ്ങൾ വിശ്വാസത്തിന് വലിയ പുള്ളികൾ ഒന്നും വേണ്ട. സിമ്പിൾ കാര്യം, വിശ്വാസത്തിന്റെ ഉറപ്പ്. ആമേൻ. എന്താ വിശ്വാസം? എന്താ വിശ്വാസം? വന്നുപോയാ ആശിച്ചതെല്ലാം കിട്ടുമെന്ന് ഉറപ്പ്. ആമേൻ. കാണാത്ത കാര്യങ്ങളെല്ലാം നിശ്ചയം. അതുണ്ടെങ്കിൽ ജീവിതം ഏറ്റവും സുരക്ഷിതമാണ്. നമുക്ക് ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട ദൈവജനത്തെ ദൈവം